ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് വിജയൻ ടു. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ ചില പരിഹാരങ്ങൾക്കും ഉപദേശിക്കാറുണ്ട്. ആ പരിഹാരങ്ങൾ ഉപദേശിക്കുന്നതിൽ പലവിധ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രവിധികളും ക്ഷേത്ര സങ്കല്പങ്ങളും പരിഹാരത്തിനോടനുബന്ധിച്ച് വരാറുണ്ട്. അങ്ങനെ ഒരു വരവിൽ ശ്രീ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രത്തെ പറ്റിയും ആ തിരുപ്പതി വെങ്കടാചലപതി ക്ഷേത്രം, തിരുപ്പതി എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയിലാണ് തിരുപ്പതി എന്ന് പറയുന്നത് തന്നെ ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയാണ് തിരുപ്പതി എന്ന് പറയുന്നത്. ഏകദേശം 1994 ഞാൻ ആദ്യം തിരുപ്പതി ദർശനം നടത്തിയത്. അതിനുശേഷം പിന്നീട് എനിക്കത് ദർശനം നടത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ മോൻ്റെ തലമുണ്ടനം, അതായത് മൊട്ടയടിക്കാൻ വേണ്ടി ആണ് വഴിപാടായി ഞാൻ തിരുപ്പതി പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 1994 ഞാൻ തിരുപ്പതി ദർശനം നടത്തിയത്. അന്ന് തിരുപ്പതിയെപ്പറ്റി ഒരറിവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അറിവില്ല. തിരുപ്പതി എന്ന മാത്രം അറിയപ്പെടാം. അവിടുത്തെ ഐതിഹ്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ തിരുപ്പതി മാത്രമാണോ, തിരുപ്പതി ക്ഷേത്രമാണോ, മറ്റുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആചാരങ്ങൾ എങ്ങനെയാണ്, ഏത് വിധത്തിൽ തൊഴണം എന്നുള്ളതൊന്നും അറിവില്ലായിരുന്നു. അന്നേക്ക് വയസ്സും കുറവായിരുന്നു. എനിക്ക് ഏകദേശം 26 വയസ്സ് പ്രായം, അത്രയേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പായിട്ടാണ് പോയത്. ഫാമിലി ട്രിപ്പ് പറഞ്ഞ് 23 അംഗ ഒരു ടീമാണ് അന്നേക്ക് ഞങ്ങൾ പോയത്. വകവയ്ക്കാതെ 2024 ഒന്ന് പോകണം എന്നൊരു ചിന്താഗതി എന്നെ മനസ്സിനെ വല്ലാതെ ആകർഷണം വന്നിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് 2-3 യാത്രാ ട്രിപ്പുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് കിട്ടിയത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഇത് കിട്ടിയത് പാണ്ഡവാസ്, അതായത് എറണാകുളം, അതായത് കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് പറവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. പറവൂർ അതായത് പറവൂർ ദേശത്ത് ശിവൻ എന്ന ഒരു വ്യക്തിയുടെ ഇതിലാണ് പാണ്ഡവാസ് എന്ന സംരംഭം തുടങ്ങുന്നത്. ഏകദേശം അവർ പറഞ്ഞതനുസരിച്ച് 2017-ലോ 2016-ലോ ആണ് അവർ ആദ്യമായിട്ട് ട്രിപ്പ് തുടങ്ങിയത് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവരുടെ വിവരം ക്ലിയറായിട്ട് ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ മോൻ സൂരജ്, അവൻ ഒരു ബിടെക് എഞ്ചിനീയറാണ്. ബിടെക് കഴിഞ്ഞ് എംടെക് എടുത്ത് ഏകദേശം 4 വർഷം ജോലി ചെയ്ത് ഇതിന് ശേഷം വീണ്ടും ഈ പാണ്ഡവാസം, അവർക്ക് ട്രാവൽസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് അറിവ്. ട്രാവൽസ് കൂടി ഉണ്ട്. പാണ്ഡവാസ് എന്ന തീർത്ഥാടന യാത്ര, ചുരുക്കി പറഞ്ഞാൽ തീർത്ഥാടന യാത്രയാണ് കൂടുതലും അവർക്ക് ഉള്ളത്. അങ്ങനെയുള്ള ടീമുമായിട്ട് ഞാൻ ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞുള്ളൂ. 5 മിനിറ്റ് വർത്താനം പറഞ്ഞപ്പോൾ ഏകദേശം ഇതായി. അപ്പോൾ തീയതി നിശ്ചയിച്ചപ്പോൾ പറഞ്ഞു അവർ ഞങ്ങൾ ഡിസംബർ 21-ന് ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്. 2 ബസ് പുറപ്പെടുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് എറണാകുളം വൈറ്റിലിയിൽ നിന്നും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഏകദേശം ആയി. അത് കാരണം കൊണ്ട് സീറ്റ് പരിമിതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സീറ്റ് വേണം പറഞ്ഞു ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് 5 സീറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ 5 സീറ്റിൽ വന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിലാണ് വരുന്നത്. അപ്പോൾ ബാക്കിൽ 3 സീറ്റും അതിൻ്റെ തൊട്ട് പിന്നിലുള്ള 2 സീറ്റുമാണ് ഉള്ളത്. അത് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയിലുള്ള ഇതാണ് പറ്റുള്ളത്. 2 ഭാരത് ബെൻസ് വണ്ടികളാണ് എന്നുള്ളതും അറിവിൽ കിട്ടി. അപ്പോൾ ഉടനെ ഞാനൊന്നും ആലോചിക്കാതെ 21-ാം തീയതിയിലുള്ള തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയിൽ ബുക്ക് ചെയ്തു. 5 പേർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. 21-ാം തീയതി പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ പാണ്ഡവാസോടൊപ്പം യാത്ര തീരുമാനിച്ച് തുടങ്ങി. ഏകദേശം പോകുന്നതിൻ്റെ ഏകദേശം 2 ദിവസം മുമ്പ് നമ്മുടെ ഭവനത്തിൽ വെച്ചൊരു പൂജാതി കർമ്മങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം റിലീഫായിരുന്നു. ആ റിലീഫിന് ശേഷം പോകാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ വൈഫിന് സ്ത്രീകളായിട്ടുള്ള സംബന്ധമായിട്ടുള്ള പ്രോബ്ലം കാരണം വരാൻ പറ്റാതെയായി. അത് കാരണം കൊണ്ട് തന്നെ ഒരാൾ ക്യാൻസലാക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനും എൻ്റെ 3 മക്കളും കൂടി ചേർന്നാണ് അന്നേക്ക് യാത്ര പുറപ്പെട്ട് 21-ാം തീയതി ഏകദേശം
ഉച്ചയോട് 3 മണിയോടുകൂടി നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും നാഷണൽ ഹൈവേ വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് 540 നാഷണൽ ഹൈവേ 544 വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നും ജോയിൻ്റ് ആകാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ ജോയിൻ്റ് ആവുകയും ചെയ്തു. യാത്ര പുറപ്പെട്ടു. ഏകദേശം യാത്ര പുറപ്പെട്ടപ്പോൾ തന്നെ വണ്ടിയുടെ ആ കാര്യക്ഷമതയും വണ്ടിയിലുള്ള ആ ഒരു സീറ്റ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ അതിലുള്ള സംവിധാനങ്ങളും വണ്ടിയുടെ സ്പീഡും വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ കൺട്രോളും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂരജ് എന്ന വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എൻജിനീയർ പഠിച്ച വ്യക്തിയാണ്. അവനിപ്പോൾ ഈ ഫീൽഡിലാണ് ഉള്ളത്, ജോലിക്ക് പോകാതെ. അവൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിവ്. അപ്പോൾ അങ്ങനെ പാണ്ഡവാസത്തോടുകൂടി യാത്ര തിരിക്കുകയുണ്ടായി. അതിലുണ്ടായിരുന്നത് ഏകദേശം 34 സീറ്റ് കപ്പാസിറ്റി ആണ് എന്നുള്ളതാണ് അറിവ്. 31-32 പേരുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ഹാപ്പിയായിരുന്നു. ഏകദേശം ഒരു 3 മണിക്ക് തുടങ്ങിയ യാത്ര ഏകദേശം 5 മണിയോ 5:30 ആയപ്പോൾ ഏകദേശം ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് ഇടപഴകുകയും ചെയ്തു. വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളും ചെറിച്ച മുഖത്തോടുകൂടിയിട്ടുള്ള വർത്തമാനങ്ങളും വളരെ നിശ്ചയിപ്പിക്കുന്ന ഒരു രസകരമായ ഒരു സംഭവമായിരുന്നു. എവിടെയോ കണ്ടു പറഞ്ഞ കുറേ മുഖങ്ങൾ എന്ന പോലെയും ഇതിനു മുൻപ് ഇതേപോലെ യാത്ര ചെയ്ത പോലുള്ള സങ്കല്പം അപ്പോൾ തന്നെ മനസ്സിൽ പതിയുണ്ടായി എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ തിരുപ്പതി യാത്രയാണ് യഥാർത്ഥ പ്രധാന ലക്ഷ്യം. അപ്പോൾ തിരുപ്പതി യാത്ര പ്രധാന ലക്ഷ്യമാക്കി പോകുന്ന സമയത്ത് ഇവരുടെ ഏകദേശ ഗമനം അവിടെ തിരുപ്പതിയിൽ എത്തുമ്പോൾ 3 മണി എന്നുള്ള ഒരു അവിടെ വെച്ച ടൈമായിരുന്നു. 3 മണിക്ക് എത്തും എന്നുള്ളതായിരുന്നു അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ ഈ തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലം ചുരുക്കി ഇതിൻ്റെ ഒരു ഏകദേശം വിവരം ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലാണ് ഈ പ്രതിഷ്ഠമായിട്ടുള്ള തിരുമല. തിരുപ്പതി എന്ന സ്ഥലത്ത് നിന്നും മല കയറി വേണം ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ തിരുപ്പതി ജില്ലയാണ് ഈ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ അതിവിശേഷമായ ഒരു തീർത്ഥാടന സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. കലിയുഗത്തിൽ അതിനെ വൈകുണ്ഠം, നമ്മൾ കലിയുഗ വൈകുണ്ഠം എന്നുകൂടി ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കാം എന്നാണ് പറയുന്നത്. കാരണം വൈകുണ്ഠം നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടറിവുള്ളൂ. പക്ഷേ വൈകുണ്ഠം എന്താണ് എന്ന് ചിലവരുടെ മനസ്സിലെല്ലാം ഒരു സങ്കല്പം ഉണ്ടാവും. വൈകുണ്ഠേശ്വരൻ എന്ന് പറഞ്ഞ മഹാവിഷ്ണു തന്നെയാണ്.